ഓക്കെ. സോ നെറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിഫിക്കൽട്ടാണ്, പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ഒരു ഏരിയയാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. സോ മാത്തമാറ്റിക്സ് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. സോ മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ടിപ്സ്, അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം കേട്ടോ. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഫൗണ്ടേഷൻ കാര്യങ്ങളായിരിക്കും. അതായത് കോമൺ ആയിട്ട് ആൾക്കാർ വരുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ, അതായത് സിമ്പിളാണ് ബട്ട് ആൾക്കാരെല്ലാം വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ, കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളൊരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള നിലയ്ക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ കൂടുതൽ ടൈം കളയുന്നില്ല, നെറ്റ് കോച്ചിങ് അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ഷോർട്ട് കട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അല്ലേ. സോ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, LCMൻ്റെ ഷോർട്ട് കട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സോ LCM നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അങ്ങനെ പലതും പറയാറുണ്ട്. സോ കോമൺ ആയിട്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട് LCM ആൾക്കാർ കണ്ടിരുന്ന ഒരു ട്രഡീഷണൽ രീതി എന്താ, ഒരു ക്വസ്റ്റ്യൻ തരാം, 10ൻ്റെയും 20ൻ്റെയും LCM കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു വര വരയ്ക്കും, എന്നിട്ട് ഇത് രണ്ടും കോമൺ ആയിട്ട് പോകുന്ന ഒരു നമ്പർ എടുക്കും അല്ലേ. 2 വെട്ടി കുറയ്ക്കും, ഇത് 5ആയി, ഇത് എത്രയായി, 10ആയി. എഗെയിൻ ഏറ്റവും ചെറുത് ഇവിടെ 2ആണ്, മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്ന ഏറ്റവും ചെറുത് 2ആണ്. എഗെയിൻ നമ്മൾ എന്ത് 5 പോവില്ല, ഇതെന്തായി 10 5ആക്കി മാറ്റി. ദെൻ ഇത് രണ്ടും പോകണ ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ്, 5ആണ്. സോ നീ എന്ത് ചെയ്യും, ഈ നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്പിൾ ചെയ്യും അല്ലേ. 5 × 2 10, 10 × 2 20. സോ 20ആണ് LCM എന്ന് നിങ്ങൾ കണ്ടെത്തും. ഇതാണ് ഇത്രയും കാലം നിങ്ങൾ ആ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത്. ഇവിടെ രീതിക്ക് പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ തന്നെയാണ്, ബട്ട് സമയം കുറച്ചധികം പോകുന്നുണ്ട്. നെറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ കളയാൻ സമയമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഷോർട്ട് കട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സോ ആദ്യം ഷോർട്ട് കട്ട് പറയുന്നത് എന്താണ് LCM, അതിൻ്റെ കൺസെപ്റ്റ് അറിയാത്ത ആൾക്കാരുണ്ടാവാം. സോ LCM എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, തന്ന 2 നമ്പേഴ്സ്, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 10ഉം 20ഉം കൊടുക്കാം, ഈ 2 നമ്പേഴ്സും കോമൺ ആയിട്ട് പോകുന്ന ഒരു നമ്പറാണ് ഇത് LCM എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഈ രണ്ടെണ്ണത്തിനും പോകണത് കേട്ടോ, 10ലും 20ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് അല്ല, 10ഉം 20ഉം കോമൺ ആയിട്ട് പോകുന്ന ആ ഒരു നമ്പറാണ് അതിൽ ഏറ്റവും ചെറിയ നമ്പർ. അതായത് 10ഉം 20ഉം തന്ന 2 നമ്പേഴ്സ്, ആ 2 നമ്പേഴ്സും ഡിവൈഡ് ആയി പോകുന്ന ഏറ്റവും ചെറിയ നമ്പർ, അതാണ് LCM എന്ന് പറയുന്നത്. സോ 10ൻ്റെയും 20ൻ്റെയും LCM കാണാൻ പറഞ്ഞത് ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. സോ തന്നിട്ടുള്ള 2 നമ്പേഴ്സിൽ ഏറ്റവും വലുത് എടുക്കുക. ഇവിടെ ഏറ്റവും വലുത് എന്താ, 20ആണ്. ഇനി ഒന്നില്ലെങ്കിൽ 20 അല്ലെങ്കിൽ 20ൻ്റെ മൾട്ടിപ്പിൾസ്, അതായിരിക്കും LCM. ഒന്നും കൂടി പറയാം, 2 നമ്പേഴ്സ് തന്നിട്ട് LCM കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 നമ്പേഴ്സിലെ വലുതെടുക്കുക. ഒന്നില്ലെങ്കിൽ ആ വലിയ നമ്പർ, അല്ലാന്നുണ്ടെങ്കിൽ ആ വലിയ നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്ത്, LCM എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഏറ്റവും വലുത് 20ആണ്. 20ൽ 20 പോകുമോ, പോവും. 10ൽ 20 പോവുമോ, 20ൽ 10 പോവുമോ, പോവും അല്ലേ. സോ 20 രണ്ടും കോമൺ ആയിട്ട് പോകുന്നത് എന്താണ്, 20ആണ്. സോ 20ആണ് ഇവിടുത്തെ LCM. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സോ നമുക്ക് ആദ്യം ചെറിയ നമ്പർ തുടങ്ങാം. 5 4, ഇതിൻ്റെ LCM കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യട്ടെ, ഏറ്റവും വലുത് ഏതാ, 5. 5ൽ 4 പോവുമോ, പോവില്ല. 5ൽ 5 പോവും, ബട്ട് 5ൽ 4 പോവില്ല. 5ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്തോ, 10ൽ പോവുമോ, പോവില്ല. 15ൽ പോവുമോ, പോവില്ല. 20ൽ പോവുമോ, 20ൽ 4 പോവും. സോ 20ആണ് ഇവിടെ LCM ആയിട്ട് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ, 6ഉം 10ഉം കൊടുക്കാം അല്ലേ. ഇവിടെ ഏറ്റവും വലുത് ഏതാ, 10ആണ്. 10ൽ 6 പോവുമോ, പോവില്ല. 10ൻ്റെ മൾട്ടിപ്പിൾസ് എടുക്കാം. 20ൽ പോവുമോ, പോവില്ല. 30ൽ പോവുമോ, പോവും. 6 30 അല്ലേ. സോ LCM എന്താ, 30ആണ്. എത്ര നേരം നമുക്ക് കിട്ടുന്നുണ്ട്, കാൽക്കുലേറ്റർ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ഒന്നുമില്ല, ജസ്റ്റ് മൈൻഡ് കാൽക്കുലേഷൻസിലൂടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അടുത്തൊരു നമ്പർ നോക്കാം, ലെറ്റ്സ് സേ 6ഉം 12 കൊടുത്തു നോക്കാം അല്ലേ. 6ഉം 12ഉം വലുത് ഏതാ, 12. 12ൽ 6 പോവുമോ, പോവും. സോ LCM എന്ത് 12ആണ്. കുറച്ച് വലിയ നമ്പർ വേണമെങ്കിൽ എടുക്കാം, 15ഉം 25ഉം. ഏറ്റവും വലുത് എത്രയാണ്, 25. 25ൽ 15 പോവുമോ, പോവില്ല. മൾട്ടിപ്പിൾസ് എടുക്കാം. 50ൽ പോവുമോ, പോവില്ല. 75ൽ പോവുമോ, പോവും. 15 × 5 ആണ് 75 അല്ലേ. സോ LCM എന്താ, 75ആണ്. ഇനി 2 നമ്പേഴ്സ് എല്ലാം 3 ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ 6 4 8 LCM കാണാൻ പറഞ്ഞു. ഏറ്റവും വലുത് എത്രയാണ്, 8ആണ്. 8ൽ 4 പോവുമോ, പോവും. പക്ഷേ 8ൽ 6 എന്ത് ചെയ്യില്ല, പോവില്ല. സോ 8ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്തോ,
16 പോവുമോ? 4 പോവും, ബട്ട് 6 പോവില്ല അല്ലേ? സോ അടുത്തെടുക്കുക. 24 പോവുമോ? 24 പോവും, 4 പോവും, 6 പോവും അല്ലേ? സോ LCM എന്താ? 24 ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ LCM കാണാനുള്ളൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. ആ തന്ന നമ്പേഴ്സിലെ ഏറ്റവും വലിയത് എടുക്കുക. ഒന്നില്ലെങ്കിൽ ആ വലിയ നമ്പർ, അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ്, അതായിരിക്കും എന്ത്? LCM എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. ആൻഡ് ഇനി അടുത്ത നമുക്ക് റെസിപ്രോക്കൽ ഡിസ്കസ് ചെയ്യാം. റെസിപ്രോക്കൽ നമുക്ക് ഡിസ്കസ് ചെയ്യല്ല. സോ ബേസിക്കലി എന്താ ഇപ്പോൾ 2/3 റെസിപ്രോക്കൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3/2 ഇത്രയേ ഉള്ളൂ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക. ഇവിടെ അതിന് കുറച്ച് അപ്ലിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അതാണ് നമ്മളിവിടെ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. അതായത് നിങ്ങളോട് ലെറ്റ്സ് സേ 2/3 divided by 4/50 ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക? സാധാരണയായിട്ട് കുറച്ച് കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ആണ്. കാരണം 2/3 ഡിവൈഡ് ബൈ 4/50 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് സ്റ്റെപ്പ് വരില്ല, അങ്ങനെ വരില്ല, ഒന്നൊരു ടെൻഷൻ വരും. സോ ആവശ്യമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 2/3 ഇവരുടെ ഡിവിഷൻ അല്ലേ? ഡിവിഷൻ എന്ത് ചെയ്യുക? നേരെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി, എന്നിട്ട് ഈ തന്ന നമ്പർ നേരെ റെസിപ്രോക്കലാക്കി ഇടാം. 15/4 നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ഡിജിറ്റിനെ റെസിപ്രോക്കലാക്കിയാൽ മതി. സോ 2/3 ഡിവൈഡ് ബൈ 4/15 എന്നുള്ളതിനെ 2/3 ഇൻറ്റു 15/4 എന്നാക്കിയത്. ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ചെയ്തൂടെ? വെട്ടി കുറയ്ക്കാമല്ലേ? ഇവിടെ 3 ആണ്, ഇവിടെ 15 ആണ്. അപ്പോൾ എന്താ 5 ആക്കി എഴുതാം. ഇവിടെ എന്താ 4, 2 ആണ്. ഇവിടെ 2 എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 2 ആക്കി ഇടാൻ പറ്റില്ല. 2 2 ആണ് 4. സോ 5/2 ആണ് എന്ത്? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സിമ്പിളായിട്ട് നമുക്ക് കിട്ടില്ല. സോ ഡിവിഷൻ്റെ കേസിൽ തിരിച്ചിടാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് പേര് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ കണ്ടാൽ മതി. ഞാൻ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ കൂടി കാണിച്ചു തരാം. അടുത്തൊരു അപ്ലിക്കേഷൻ, അതായത് 2/3 whole raised to -2 എങ്ങനെ നിങ്ങൾ കാണാം? 2/3 whole raised to -2 ആൻസർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ടു? ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ മൈനസ് പോകണം അല്ലേ? ഈ മൈനസ് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റെസിപ്രോക്കൽ ആക്കിയാൽ മതി. 3/2 raised to 2 മൈനസ് പോയി. സോ റേസ് ടു മൈനസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഡിജിറ്റിനെ നേരെ റെസിപ്രോക്കൽ ആക്കി കഴിഞ്ഞാൽ മൈനസ് പോയി. ഇനി നമുക്ക് ചെയ്തൂടെ? സോ മൈനസ് കളയാണ് നമുക്ക് എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ ഉപയോഗിക്കാം. നമ്മൾ ചെയ്യുമ്പോൾ എന്താ വരിക? 3² എത്രയാണ്? 9 വന്നു. 2ൻ്റെ എന്ത് വന്നു? 4 വന്നു അല്ലേ? സോ അത്രേ ഉള്ളൂ. സോ ഇതാണ് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ ഒന്നും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ ഈ 2/3 എടുത്ത് 2/3 raised to 0 എന്താ ആൻസർ? കോമൺ ആയിട്ട് കുറച്ച് ആൾക്കാർ തെറ്റിക്കുന്ന ഒരു ഏരിയ കൊണ്ട് പറയാം കേട്ടോ. 2/3 raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താ വരിക? ആൻസർ എന്തായിരിക്കും? ആൻസർ 1 ആണ് അല്ലേ? എന്തുകൊണ്ടാ? ഏത് നമ്പർ ആയിക്കോ, അല്ലെങ്കിൽ ഏത് റേഷ്യോ, എന്ത് നമ്പേഴ്സ് എന്താ വെച്ചാൽ ആയിക്കോട്ടെ, റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 1 ആയിരിക്കും. ഏത് നമ്പർ അല്ലെങ്കിൽ ഏത് ഫ്രാക്ഷനോ ഡെസിമൽ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, റൈസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? 1 ആണ്. ഇതൊക്കെ സിമ്പിൾ ആണെന്ന് തോന്നുന്ന ആൾക്കാരുണ്ടായിരിക്കും. ആക്ച്വലി സിമ്പിൾ തന്നെയാണ്. അറിയാത്ത ആൾക്കാരുണ്ട്. എല്ലാവർക്കും സിമ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇനി കുറച്ച് നമുക്ക് ഫ്രാക്ഷൻ്റെ കേസുകൾ പറയാം അല്ലേ? ഇത് ഫ്രാക്ഷൻ തന്നെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ തെറ്റിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സോ അവർക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് 2/3 പ്ലസ് 5/3 ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ ഓക്കെ ഫ്രാക്ഷൻ നമുക്കൊന്ന് ഇതാക്കാം. സോ ഇങ്ങനെ എഴുതുന്നത് ഈ 2/3 എന്ന് എഴുതുന്നത് ബൈയിട്ട് എഴുതുന്നതാണ് ഫ്രാക്ഷൻ അല്ലേ? ഇതാണ് എന്ത്? ന്യൂമറേറ്റർ. ഇതാണ് എന്ത്? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. സോ മുകളിൽ എഴുതുന്നത് ന്യൂമറേറ്റർ, താഴെ എഴുതുന്നത് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യും, ലെസ് ചെയ്യുക ചെയ്യുമ്പോൾ, അത് മൈനസ് ചെയ്യുക ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ആൻസർ എന്താ വരിക? 2/3 പ്ലസ് 5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7. 5 2 എത്ര? 7 ഡിവൈഡ് ബൈ 3. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ രണ്ടും ആഡ് ചെയ്യാഞ്ഞേ? കോമൺ ആണ്. സോ ആഡ് ചെയ്യണ്ട. 2/3
പ്ലസ് 5/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആണ് എന്നുള്ളത് കൊണ്ട് ന്യൂമറേറ്റർ രണ്ടും ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അതേപോലെ എഴുതുന്നു. ഇത് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഇത് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ, പിന്നെ റെഫറൻസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണെങ്കിലോ 5/2 പ്ലസ് 2/3. ഇനി എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക? അവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. അതായത് 5 × 3 ഇതാണ് 5 × 3. ഇനി ഇവിടെ ഏതാ സൈൻ ഉണ്ടായിരുന്നത്? പ്ലസ് ആണല്ലേ. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? പ്ലസ് ഇടും. ദെൻ ഇതേ ഇൻറ്റു ഇത് 2 × 2 2 × 2 ഡിവൈഡഡ് ബൈ 2 ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ, അതായത് 2 × 3 2 × 3. സോ ആൻസർ എന്ത് വരും? സ്റ്റെപ്പ് ഒന്നും കൂടി പറയാം. അതായത് നമുക്ക് ആഡ് ചെയ്യാൻ തന്നില്ല, 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ തരുമ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 5 × 3, അതായത് ഇവിടുത്തെ ന്യൂമറേറ്റർ ഇൻറ്റു ഇതിൻ്റെ ഡിനോമിനേറ്റർ. ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഈ സൈൻ ആട്ടോ. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെയും പ്ലസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെയും മൈനസ് എന്നാണ് കേട്ടോ. ദെൻ പ്ലസ് ഇട്ടു. ദെൻ ഈ ഡിനോമിനേറ്റർ ഇതിൻ്റെ ന്യൂമറേറ്റർ. സോ 2 × 2 ഡിവൈഡ് ബൈ 2 ഡിനോമിനേറ്റർ. സോ എന്ത് വരും? 5 × 3 15. 15 പ്ലസ് 2 × 2 4. 15 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3 2 6. സോ എന്ത് വരും? 19/6 ആണ് എന്ത് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഒന്നും കൂടി വേണമെങ്കിൽ ചെയ്യാം അല്ലേ. 7/8 പ്ലസ് 2/5 എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 8 × 2 സ്റ്റെപ്പായിട്ട് എഴുതാം അല്ലേ. 8 × 2 പ്ലസ് 7 × 5 ഡിവൈഡഡ് ബൈ 8 × 5. ഇത് ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്തിട്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 × 5 പ്ലസ് 8 × 2 എന്ന് എഴുതാം. അഡീഷൻ്റെ കേസിൽ എന്തില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതേപോലെ എഴുതിയിട്ടോ. സോ ഇതിന് ആൻസർ എന്ത് വരും? എന്താ വരിക? 8 × 2 പറയുമ്പോൾ 16 അല്ലേ. ദെൻ 7 × 5 വന്നത് 35. ഹരിക്കണം 8 × 5 എത്രയാ? 40. സോ ആൻസർ എത്ര വരും? ഈക്വൽ ടു 51/40 അല്ലേ. 35 10 45 5 50 51. സോ 51/40. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അഡീഷൻ്റെ കേസിൽ. സബ്ട്രാക്ഷനും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 7/3 മൈനസ് 2/5 കൊടുക്കുക അല്ലേ. 2/5. ആൻസർ എന്താ വരിക? ഇവിടെ തന്നെയാണ് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. സോ എന്ത് ചെയ്യേണ്ടി വരും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. സോ 7 × 5 മൈനസ്. എന്തുകൊണ്ട് അവിടെ മൈനസ് വന്നേ? ഇവിടുത്തെ സൈന് മൈനസ് ആണ്. സോ ഇവിടുത്തെ സൈന് മൈനസ് ആയിരിക്കണം. ഇവിടുത്തെ സൈന് പ്ലസ് ആണ്. സോ ഇവിടുത്തെ സൈൻ എന്താണ് ആയിരിക്കണം? പ്ലസ് ആയിരിക്കും. ഇനി 3 × 2 ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു, അതായത് 3 × 5. സോ ആൻസർ എന്ത് വരും? എത്രയാണ്? 5 × 7 എന്ന് പറഞ്ഞാൽ 5 × 6 35 35 മൈനസ് 3 × 2 6 ഡിവൈഡഡ് ബൈ 3 15. 35 6 പോയാൽ എത്രയാണ്? 35 5 പോയാൽ 30 30 1 പോയാൽ ബാക്കി 29 29/15 ആണ് ആൻസർ ആയിട്ട് വരും. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാം. 7/3 മൈനസ് 2/3 എന്താ ആൻസർ വരിക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണോ? ഇവിടെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഓടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെയിം ആണ്. സോ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് ലെസ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ അതേപോലെ എഴുതിയാൽ മതി. 7 - 2 = 5. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 3 5/3 ആണ് ആൻസർ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ? മൾട്ടിപ്ലിക്കേഷൻ ഫോർ എക്സാമ്പിൾ എന്തെടുക്കാം? ഒരു ചെറിയ നമ്പർ എടുക്കാം അല്ലേ. 7/3 ഇൻറ്റു 9/40 നിങ്ങളോട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയാം. മൾട്ടിപ്ലിക്കേഷൻ ഒന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് ഇതേ ഇൻറ്റു ഇത് അതാണ് വരിക. ബട്ട് മൾട്ടിപ്ലിക്കേഷൻ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ കാൽക്കുലേഷൻ കുറച്ച് കൂടുതലായിരിക്കും അല്ലേ. 13 × 14 എന്നൊക്കെ പറയുമ്പോൾ ചെയ്ത് കിട്ടാൻ എല്ലാവർക്കും എളുപ്പമാവണമെന്നില്ല. സോ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി കട്ടിങ് റൂളും ഉണ്ട്, ശ്രദ്ധിക്കുക. നമുക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ഈ 3 ഉം 9 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 3 × 3 ആണ് 9 അല്ലേ. സോ ഇവിടെ 3 എഴുതിയിട്ട് ഈ 3 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ആക്കാൻ പറ്റും. അതേപോലെ 7 ഉം 14 നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാൻ പറ്റും. 7 × 2 ആണ് എന്ത്? 14. സോ ഇതിനെ നമുക്ക് 3/2 എന്നാക്കി എഴുതാം. ഇതന്നെയാണ് ഇതിൻ്റെ ആൻസർ വരിക. സോ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമുക്ക് ഡയറക്റ്റ് ആണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പോൾ 7/3
ഇൻറ്റു 9/14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇവിടെ ശരിക്കും സ്റ്റെപ്പായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് 7 × 9 ഡിവൈഡഡ് ബൈ 3 × 14 ആണ്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഈ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഡയഗണലി മാത്രം, ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഡയഗണൽ, അതായത് ഇതേ ഇൻറ്റു ഇതും ഇതും കട്ട് ചെയ്യാം, ഇതും കട്ട് ചെയ്യാം, ഇതും കട്ട് ചെയ്യാം. ഇതിങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഇവിടെ 6, ഇവിടെ 2 ആണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ 3 ആക്കി കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതേ ഇൻറ്റു ഇത് ഇങ്ങനെ നമുക്ക് ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതായത് 7/3 × 9/14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3നെയും ഈ 14നെയും ഈ ഒരു ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കട്ട് ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കി വെക്കുക. സോ അത്രയേ ഉള്ളൂ എന്ത് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് എന്ന് പറയുന്നത്. ആണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് സേ 7/5 × കട്ട് ചെയ്ത് കൊണ്ട് നമ്പർ വേണ്ടേ, 15/3 എടുക്കാം അല്ലേ, 3 പോവില്ല, 21 എടുക്കാം. 7/5 × 15/20 എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് ആണ്, നിർബന്ധമല്ല. കട്ട് ചെയ്ത് പോകുന്നില്ലെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. നെറ്റിന് ഒരുവിധം കട്ട് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് തരുള്ളൂ. കാരണം നമ്മുടെ ടൈം അത്ര കളയാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ കോമൺ ആയിട്ട് കേട്ടോ. സോ 5ഉം 15ഉം നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് ഇവിടെ 3 ആക്കിയാൽ മതി. എന്ത് ചെയ്യാം, ഇതും കട്ട് ചെയ്യാൻ പറ്റില്ല. 7 3 ആണ് 21. സോ 7 3 21 3/3. 3/3 പറഞ്ഞാൽ എന്ത് തന്നെയാണ് ആൻസർ വരിക, 3/3 പറഞ്ഞാൽ 1 തന്നെയാണ് ശരിക്കും അല്ലേ. സോ ആൻസർ എന്താണ്, 1 ആണ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കും. സോ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിവിഷൻ അല്ലേ. ഡിവിഷൻ നമ്മൾ മുന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി പറഞ്ഞു പോകാം. അതായത് 7/5 ഡിവൈഡഡ് ബൈ 21/10 ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, 7/5 ഡിവൈഡഡ് ബൈ 21/10 ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, സ്റ്റെപ്പ് എന്തായിരുന്നു, 7/5 അതേപോലെ എഴുതുക. ദെൻ ഡിവിഷൻ മാറ്റി അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. ദെൻ എന്ത് ചെയ്യാം, ഇതിനെ നേരെ എന്ത് ചെയ്താൽ മതി, റെസിപ്രോക്കൽ ആക്കിയാൽ മതി. 10/21 വെട്ടിക്കുറച്ചുകൂടെ, വെട്ടിക്കുറയ്ക്കാം, 2 ആണ്. ഇവിടെ എന്താ വരിക, 7 21. സോ 2/3 ആൻസർ. സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്തുനിന്ന് കുറേ ആൾക്കാർ ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതൊരു വെറും ഫൗണ്ടേഷനാണ്. തുടരും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും മാത്തമാറ്റിക്സ്. സോ നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ട് ഏതെങ്കിലും പോർഷൻസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് മാത്തമാറ്റിക്സിൽ തന്നെ ഏതെങ്കിലും പോർഷൻസ് ഒക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം. ആ വീഡിയോസ് നമ്മൾ പ്രിഫറൻസിലേക്ക് അത് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.